Now we are going to learn about different types of input methods. There are two types of input methods. Text from books and text from speech. ഇതിലെ ടെക്സ്റ്റ് ഫ്രം ബുക്ക് മെത്തേഡിൽ വരുന്നതാണ് സ്കാനർ. Take an image of the page using scanner and save it in the computer. The next one, OCR, optical character recognition. It is used to identify the characters in the image and change them to a text format. You know, ഒരു ഇമേജിൽ ക്യാരക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിനെ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് OCR യൂസ് ചെയ്യുന്നത്. അടുത്തത് ഹാൻഡ് റൈറ്റിംഗ് കീബോർഡ്. Software that converts handwritten words on the screen of our mobile phone into text is very commonly these days. നമുക്കറിയാം, നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സിനെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇൻപുട്ട് മെത്തേഡുകൾ രണ്ട് തരത്തിലാണുള്ളത്, ടെക്സ്റ്റ് ഫ്രം ബുക്സ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫ്രം സ്പീച്ചും. ഇതിൽ ടെക്സ്റ്റ് ഫ്രം സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈങ് ദ വേർഡ്സ് ഓഫ് അവർ സ്പീച്ച്, കൺവേർട്ടിങ് ദം ടു ടെക്സ്റ്റ് ആൻഡ് ഫീഡിങ് ദം ഇൻ ടു എ കമ്പ്യൂട്ടർ. നമ്മൾ പറയുന്ന വേർഡ്സുകൾ കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യുന്നത് ടെക്സ്റ്റ് രൂപത്തിലായിരിക്കും. ടെക്സ്റ്റ് രൂപത്തിലാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് ടെക്സ്റ്റ് ഫ്രം സ്പീച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് we have to discuss about mouse. The full form of mouse can be described as manually operated user selection equipment. There are three types. First one, trackball mouse. Trackball mouse are old technology mouse that has mechanical movement of ball inside. ഇതൊരു ഓൾഡ് ടെക്നോളജി മൗസ് ആണ് ട്രാക്ബോൾ മൗസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒപ്റ്റിക്കൽ മൗസ്. ഒപ്റ്റിക്കൽ മൗസ് ആർ ദ മൗസ് ഹാവിംഗ് ഇൻഫ്രാറെഡ് സെൻസിറ്റിവിറ്റി ടെക്നോളജി. ദീസ് മൗസ് ആർ ബീയിങ് യൂസ്ഡ് ദീസ് ഡേയ്സ്. ഇപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മൗസാണ് ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദ ലാസ്റ്റ് വൺ, വയർലെസ് ആൻഡ് വയേർഡ് മൗസ്. ഇപ്പോൾ അവൈലബിൾ ആണ് വയർലെസ് ആയിട്ടുള്ള മൗസ്, അതായത് കേബിൾ ഇല്ലാത്ത മൗസിനെയാണ് വയർലെസ് മൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് വയർലെസ്സും വയേർഡും. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഷോർട്ട് കട്ട് കീസ് ഫോർ ലിബ്രിയോഫീസ് റൈറ്റർ. ദെൻ എൻ്റർ കീ. എൻ്റർ കീ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നെക്സ്റ്റ് ലൈനിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ Ctrl+C എന്ന് പറയുമ്പം അത് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു വേർഡിനെയോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിനെയോ കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് Ctrl+C യൂസ് ചെയ്യുന്നത്. Ctrl+V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്ത വേർഡോ അല്ലെങ്കിൽ സെൻറ്റൻസോ മറ്റൊരു ഭാഗത്തേക്ക് പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് Ctrl+V യൂസ് ചെയ്യുന്നത്. Ctrl+X എന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ ഒരു ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് Ctrl+X യൂസ് ചെയ്യുന്നത്. Then what is the difference between the delete key and backspace keys? We know both the delete key and backspace key are used to delete text. ഈ ഡിലീറ്റ് കീയും അതുപോലെ തന്നെ ബാക്ക്സ്പേസ് കീയും യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. However, when dealing with the text, pressing the delete key delete text to the right of the cursor. ഒരു കൾസറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ലെറ്റേഴ്സുകളെ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിലീറ്റ് കീ യൂസ് ചെയ്യുന്നത്. ബട്ട് ഒരു ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മീനിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒരു കൾസറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടെക്സ്റ്റിനെയാണ് ഇത് ഡിലീറ്റ് ചെയ്യുന്നത്. ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം വെൻ വി ഹാവ് ടു ഡീൽ സിമുൾട്ടേനിയസ്ലി വിത്ത് മോർ ദാൻ വൺ വിൻഡോ. അപ്പോൾ ഒന്നിൽ കൂടുതൽ വിൻഡോകളെ ഒരേ സമയം ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്, ഒരു എഫിഷ്യൻറ്റ് സിസ്റ്റമാണ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. വി ക്യാൻ ഓപ്പൺ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഇൻ ഈച്ച് വർക്ക് സ്പേസ്. നമുക്ക് ഈ വർക്ക് സ്പേസിൽ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസുകളെ ഒരേ സമയം ഓപ്പൺ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഡാറ്റാസുകളെ ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും സാധിക്കുന്നു. All of you know
ഹൗ ടു ക്രിയേറ്റിംഗ് എ ഫോൾഡർ. എങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ എങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്? മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ എന്ന് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഫോൾഡറിന് ഒരു നെയിം കൊടുക്കുന്നു. അങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഫോൾഡറിനകത്ത് തന്നെ വേറൊരു ഫോൾഡർ വരികയാണെങ്കിൽ അതിനെയാണ് സബ് ഫോൾഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹോമിൽ സ്കൂൾ റിസോഴ്സസ് സ്റ്റാൻഡേർഡ് 8 എന്നൊക്കെ പറഞ്ഞ് ഓപ്പൺ ചെയ്യാറില്ലേ, അത് ഒക്കെ ഹോമിൽ വരുന്ന സബ് ഫോൾഡേഴ്സുകളാണ്. ക്ലിയർ ഇറ്റ്?